ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മധുരമുള്ള പഞ്ചാര മക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായി ഞാൻ ഒരു ബൗൾ നിറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കർ വെച്ച് അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മക്രോണി ചേർത്ത് ഇളക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രഷർ ഫുൾ പോയതിനു ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ മക്രോണി വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ വെള്ളം മാറുന്നതിനായിട്ട് നമുക്ക് വെക്കാം. വെള്ളം ഫുൾ മാറുന്നതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇളക്കി കൊടുക്കാം. എണ്ണയിലിടുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദ ചേർത്ത് ഇളക്കുന്നത്. വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് പല ബാച്ചുകളായിട്ട് ഫുൾ മക്രോണിയും വറുത്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര ഇടാം. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നൂൽ പരുവായിട്ടുണ്ട്. തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മക്രോണി ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചാര മക്രോണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.